ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ബേൺലിയും ചെൽസിയും നടന്ന മത്സരത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 19ാം സ്ഥാനത്തുള്ള ബേൺലി 4ാം സ്ഥാനത്തുള്ള ചെൽസിയെ സമനിലയിൽ പിടിച്ചിരിക്കുന്നു. അതും ചെൽസിയുടെ ഹോം ഗ്രൗണ്ടായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച്. കളിയുടെ തുടക്കത്തിൽ ചെൽസി ലീഡ് നേടിയിരുന്നെങ്കിലും ആ ലീഡ് അവസാനം വരെ നിലനിർത്താൻ ചെൽസിക്കായില്ല. കളിയുടെ 4ാം മിനിറ്റിലാണ് ജാവ പെഡ്രോ ചെൽസിക്കായി ലീഡ് നേടുന്നത്. ഇടതുനിന്നിൽ നിന്നും പെഡ്രോനെറ്റോ കൊടുത്ത ക്രോസിൽ നിന്നാണ് ജാവ പെഡ്രോ ലീഡ് എടുക്കുന്നത്. ഈ ലീഡ് നേടിയതിനു ശേഷം ചെൽസി ഒന്നോ രണ്ടോ മൂന്ന് ഗോളുകളൊക്കെ നേടി ഈ മത്സരം ചെൽസിയുടെ വരുതിയിലാക്കുമെന്നായിരിക്കും ചെൽസി ഫാൻസ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ഒരുവിധം എല്ലാവരും പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്ന എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക ചെൽസി ഈ ഒരു കളി 4-5 മിനിറ്റിനുള്ളിൽ ഒരു ഗോൾ സ്കോർ ചെയ്ത് ഒരു 2-3 ഗോളും കൂടെ സ്കോർ ചെയ്ത് 3 പോയിന്റ് ആയിട്ട് മടങ്ങുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഗോൾ രഹിതമായി അങ്ങനെ പോയി. ചെൽസി ഒരു ഇന്റൻസിറ്റി, കളി ജയിക്കാനുള്ള ഒരു മെന്റാലിറ്റി കാണിച്ചോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. 1-2 ചാൻസുകൾ കിട്ടിയിരുന്നെങ്കിലും അതൊന്നും കൺവേർട്ട് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. സെക്കൻഡ് ഹാഫിലും ഏതാണ്ട് അതേ ഒരു ഫ്ലോയിലാണ് കളി തുടങ്ങിയത്. കളിയുടെ നിയന്ത്രണങ്ങളൊക്കെ ചെൽസി ആയിരുന്നു ഏറ്റെടുത്തത്. കളിയുടെ പൊസഷനും കാര്യങ്ങളും എല്ലാം ചെൽസിക്കായിരുന്നു. ബേൺലിക്ക് കളിയിൽ പ്രത്യേകിച്ച് റോളും ഇല്ലായിരുന്നു. പക്ഷെ 76ാം മിനിറ്റില് വെസ്ലി ഫൊഫാന കാണിച്ചൊരു മണ്ടത്തരത്തിലാണ് ചെൽസിക്ക് കളി ലോസ് ആവുന്നത്. ഫൊഫാന ഓൾറെഡി ഒരു മഞ്ഞക്കാട് കണ്ടു നിൽക്കുന്ന പ്ലെയർ ആണ്. മഞ്ഞക്കാട് കണ്ടിരിക്കുന്ന ഒരു പ്ലെയർ വീണ്ടും ഒരു ചാലഞ്ചോ അല്ലെങ്കിൽ ഒരു ടാക്കിളോ എടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇപ്പം ഫൊഫാന ഒന്നും പുതിയ കളിക്കാരനല്ല. ഫൊഫാനയൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. ആളൊരു ഇഞ്ചുറി പ്രോൺ ആയതുകൊണ്ട് ചെൽസിയിൽ എല്ലാ കളിയിലും കളിക്കാനുള്ള അവസരം കിട്ടാറില്ലെങ്കിലും അദ്ദേഹം നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. അപ്പോൾ ഫൊഫാനെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ വളരെ നിർണായകമായ ഒരു മത്സരത്തിൽ ഓൾറെഡി യെല്ലോ കാർഡ് കണ്ടിരിക്കുന്ന ആള് വീണ്ടും ഒരു ടാക്കിൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ പുള്ളിയുടെ ഒരു ലാഘവത്തോടെ പുള്ളി വളരെ കെയർലെസ് ആയിട്ട് എടുത്ത ആ ഒരൊറ്റ ചാലഞ്ചിൽ റെഡ് കാർഡ് കിട്ടി പുറത്തുപോയി. 10 പേരുമായി ഫൊഫാന പുറത്തു പോയതിനു ശേഷം 10 പേരുമായി ചുരുങ്ങിയതിനു ശേഷമാണ് ബേൺലിക്ക് എന്തെങ്കിലും ഈ മാച്ചിൽ ബേൺലിക്ക് എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് വരുന്നത് ആ ഒരു 76 മിനിറ്റിന് ശേഷമാണ്. അതുവരെ നല്ല രീതിയിൽ ആ മത്സരത്തെ കൺട്രോൾ ചെയ്തിരുന്ന ചെൽസി ഡിഫൻസ് ഒക്കെ സോളിഡ് ആക്കി ബേൺലിയുടെ ഭാഗത്തുനിന്നും കാര്യമായ അറ്റാക്കൊന്നും ഇല്ലാതെ ഒരു ഷോട്ട് പോലും ബേൺലിക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ മത്സരത്തെ കൊണ്ടുപോയിരുന്നത്. മത്സരം കൊണ്ട് കളയുന്നത് 76ാം മിനിറ്റിലാണ്. 76ാം മിനിറ്റിൽ ഫൊഫാനയുടെ റെഡ് കാർഡ് വന്നതോടെ ചെൽസിയുടെ ഡിഫൻസിൽ എന്തായാലും ഒരാൾ കുറഞ്ഞതിന്റെ ഒരു അഡ്വാൻറ്റേജ് ബേൺലിക്ക് കിട്ടി. ചെൽസിയിൽ നിന്ന് ഒരാൾ കുറഞ്ഞതിന്റെ അഡ്വാൻറ്റേജ് ബേൺലിക്ക് കിട്ടി. അതിൽ അവരുടെ അറ്റാക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അറ്റാക്ക് നല്ല കോർഡിനേറ്റ് ചെയ്ത് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. വേർഡ് പ്രോസും കൂടെ വന്നതോടെ, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേർഡ് പ്രോസും കൂടെ വന്നതോടെ ബേൺലിയുടെ അറ്റാക്കിന് കുറച്ചുകൂടെ ഒരു മൂർച്ച കൂടി. വേർഡ് പ്രോസിനെ നമുക്കറിയാം, നല്ല ഒരു സെറ്റ് പീസറാണ് ആള്. നന്നായിട്ട് ഫ്രീ കിക്കും നന്നായിട്ട് കോർണർ എടുക്കാൻ കഴിവുള്ള ഒരു കളിക്കാരനാണ് വേർഡ് പ്രോസ് വന്ന് ഒരു 85ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് എടുക്കുന്നുണ്ട്. ആ ഫ്രീ കിക്കിൽ വന്ന ഹെഡർ, ബൈൻസ് എന്ന പ്ലെയർ എടുക്കുന്ന ഹെഡർ വളരെ ഒരു ഭാഗ്യത്തിനാണ് ബാറിന് മുകളിലൂടെ പോകുന്നത്. അത് സംഗതി ഓഫ് സൈഡ് വിളിച്ചെങ്കിലും അതൊരു ഡേഞ്ചർ ഫ്രീ കിക്ക് ആയിരുന്നു. അതുപോലുള്ള 1-2 കിക്കുകൾ വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ 1-2 കോർണറുകൾ വന്നു കഴിഞ്ഞാല് ചെൽസിക്ക് പണി കിട്ടുമെന്ന് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള കിക്കുകളാണ് വേർഡ് പ്രോസിന്റെ കാലിൽ നിന്ന് വരുന്നത്. അതുപോലെ ചെൽസി ഫാൻസ് പേടിച്ചതുപോലെ എൻസോ മരസ്കന്റെ കീഴിൽ നിൽക്കുമ്പോൾ ഒരു ഗോളിൽ ലീഡ് നേടിയിട്ട് കുറെ മത്സരങ്ങള് ചെൽസി ഒരുപാട് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 10-11 പോയിന്റുകൾ ഒരു ഗോളിൽ ലീഡ് എടുത്തതിന് ശേഷം കളി തോൽക്കുകയോ അല്ലെങ്കിൽ സമനിലയാവുകയോ ചെയ്തിട്ടുണ്ട് ചെൽസി. എൻസോ മരസ്കന്റെ കീഴിൽ ലിയാം റോസേനയുടെ കീഴിൽ കളി കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. പക്ഷെ ഈ അവസാനം നിൽക്കുമ്പോൾ ചെൽസി ഫാൻസിന് ഒരു ഗോളിന്റെ ലീഡ് ആണെങ്കിൽ ചെൽസി ഫാൻസിനൊക്കെ ഒരു ബേജാറുണ്ടാവും. കാരണം ലാസ്റ്റ് ഒരു ഗോൾ നേടിയിട്ട് വീണ്ടും സമനിലയോ അല്ലെങ്കിൽ തോൽവിയിലേക്കോ പോകുമെന്ന്. കാരണം ഈ സീസണിൽ തന്നെ 4-5 മത്സരങ്ങൾ അങ്ങനെ ഉണ്ടായത് കൊണ്ട് ചെൽസി ഫാൻസ് പേടിച്ച പോലെ തന്നെ ലാസ്റ്റ് നിമിഷം 94ാം മിനിറ്റിൽ വേർഡ് പ്രോസിന്റെ കോർണർ കിക്കിൽ നിന്നും ബേൺലി സമനില നേടി. അപ്പം ബേൺലിനെ സംബന്ധിച്ചിടത്തോളം 19ാം സ്ഥാനത്തുള്ള ടീമാണ്. ചെൽസിനെ പോലുള്ള ടീമിനെതിരെ ഒരു പോയിന്റ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വലിയ കാര്യമാണ്. അപ്പൊ 94ാം മിനിറ്റില് ഫ്ലമിംഗോന്റെ ഹെഡറിലാണ് ഗോൾ വരുന്നത്. ഗോൾ വന്നതോടെ
ചെൽസി ആകെ തളർന്ന്. കാരണം ഒരു പോയിന്റ് ചെൽസിക്ക് നഷ്ടപ്പെടുന്നത് 2 പോയിന്റ് മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് പോകുമെന്നുള്ള പേടിയുണ്ട്. കാരണം യുണൈറ്റഡ് തൊട്ട് പുറകിലുണ്ട്. ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ യുണൈറ്റഡ് ഉണ്ട്. ഒരു പോയിന്റ് യുണൈറ്റഡ് ആ മുന്നിൽ, യുണൈറ്റഡ് ഒരു കളി കുറവാണ്. അപ്പൊ അടുത്ത കളി യുണൈറ്റഡും എവർട്ടണും തമ്മിലുള്ള കളി തിങ്കളാഴ്ച വരുന്നുണ്ട്. ആ കളിയിൽ യുണൈറ്റഡ് സമനിലയാവുകയോ ജയിക്കുകയോ ചെയ്താൽ, ജയിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് 3 പോയിന്റിന്റെ ഡിഫറൻസ് വരും ചെൽസി ആയിട്ട്. അപ്പം ചെൽസിന്റെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ബാധിക്കുന്നതാണ് ഈ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ. അപ്പം ചെൽസിക്ക് പിന്നെ ഒരു ലാസ്റ്റ് 2 മിനിറ്റ് സമയമുള്ളൂ. ആ 2 മിനിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് ഒരു മുന്നേറ്റം നടത്തിയെങ്കിലും ഡിലാപ്പിന് നല്ലൊരു ചാൻസ് കിട്ടി. ഡിലാപ്പിനെ പോലെ സ്ട്രൈക്കർ അറ്റ്ലീസ്റ്റ് ആ ഒരു ഷോട്ട് ഓൺ ടാർജറ്റ് എങ്കിലും എത്തിക്കണമായിരുന്നു. പുള്ളി ഒരു 6 അടിച്ച് കളഞ്ഞ്. അതോടെ ചെൽസിയുടെ പ്രതീക്ഷകൾ തീർന്ന് മൊത്തത്തിൽ അവസാനിച്ച് ഇനി പിന്നെ മത്സരത്തിനാകെ ഒരു പോയിന്റുമായിട്ട് മടങ്ങേണ്ടി വന്ന് നിരാശാജനകമായ റിസൾട്ട് ആയിരുന്നു. ഇനി ലിവർപൂളിന്റെ മത്സരം അടുത്ത ദിവസം നടക്കാനുണ്ട്. ലിവർപൂളും ചെൽസിയും തമ്മിൽ 3 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ലിവർപൂൾ ഒരു കളി കുറച്ച് കഴിഞ്ഞ് അടുത്ത മത്സരം ലിവർപൂൾ ജയിച്ചു കഴിഞ്ഞാൽ ലിവർപൂളും ചെൽസിയും 45 പോയിന്റ് വീതം ഈക്വൽ ആവും. വീണ്ടും ഇനി തുടർന്നുള്ള മത്സരങ്ങളിൽ ചെൽസി പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ, ഇതുപോലെ ഉള്ള പെർഫോമൻസ് കൊണ്ട് ചെൽസി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് പ്രതീക്ഷകളെ തന്നെ ബാധിക്കും. അപ്പം ചെൽസി ഡിഫൻസിൽ ഭയങ്കര ഇതാണ്. ഡിഫൻസിൽ സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്നതിലൊക്കെ വളരെ ദയനീയമാണ് അവസ്ഥ. കോർണറുകളൊക്കെ നമുക്ക് ഇന്നത്തെ ബേൺലിയെ പോലുള്ള 19ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമിനെതിരെ ഇതായിരിക്കും അവസ്ഥ എങ്കിലും നല്ലൊരു ടീമിനെതിരെ എന്തായിരിക്കും അവരുടെ ഡിഫൻസിന്റെ പ്രശ്നം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു മത്സരങ്ങളിൽ കാണാനാവും. അപ്പം ചെൽസി ഇത്രയും പെട്ടെന്ന് ഇവരുടെ ഫിനിഷിങ്ങിലുള്ള പോരായ്മകളും കോൾ പാൾമറും ഡിലാപ്പും ജാവ പെഡ്രോ മാത്രമാണ് ഒരു സ്കോർ ചെയ്ത് നിൽക്കുന്നത്. ഡിലാപ്പൊന്നും അടുത്ത മത്സരങ്ങളിലൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഡിലാപ്പ്, കോപ്പാമർ, ജാവ പെഡ്രോ ഇവരെല്ലാവരും ഒന്ന് ഫോമിലേക്ക് വന്ന് ഫിനിഷിങ്ങിലെ പോരായ്മകളും ഡിഫൻസിലെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ടില്ലെങ്കിൽ, അതൊന്നും സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വരും മത്സരങ്ങളിൽ ചെൽസിക്ക് നല്ല തലവേദനയാവും. അവരുടെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിനെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഓൾറെഡി ലിവർപൂളും നോട്ടിംഗ്ഹാമും നാളത്തെ മത്സരത്തിന്റെ റിസൾട്ട് എങ്ങനെയിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ചെൽസിയുടെ അടുത്ത പോയിന്റ് ടേബിളിലെ മുന്നേറ്റങ്ങൾ ഉണ്ടാവുക. എന്തായാലും യുണൈറ്റഡും എവർട്ടണുള്ള മത്സരം തിങ്കളാഴ്ച നടക്കാനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവർട്ടൺ യുണൈറ്റഡിനെ തോൽപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. യുണൈറ്റഡ് തന്നെ ആയിരിക്കും ജയിക്കുക. അപ്പം ചെൽസിയേക്കാൾ 3 പോയിന്റിന്റെ ലീഡ് യുണൈറ്റഡിന് എവർട്ടനെ തോൽപ്പിച്ചാൽ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പം ചെൽസിയുടെ സ്ഥിതി കുറച്ചുകൂടെ പരിതാപകരം ആവുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ചെൽസി ഒരു നല്ല കംബാക്ക് അടുത്ത മത്സരങ്ങളിൽ വരണം. അടുത്ത മത്സരങ്ങളിൽ നല്ല മികച്ച പ്രകടനം നടത്തി നല്ലൊരു കംബാക്ക് വന്നാലേ അവർക്ക് 4ാം സ്ഥാനം ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് തന്നെ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പം അടുത്ത മത്സരങ്ങള് റിസൾട്ടിനെ അപേക്ഷിച്ചാണ് ഇപ്പോഴത്തെ ചെൽസിയുടെ നിലനിൽപ്പ് 4ാം സ്ഥാനം കിട്ടുമെന്നുള്ളത്. അപ്പം അടുത്ത മത്സരങ്ങളും നാളത്തെ പിന്നത്തെ ഈ ആഴ്ചയിലെ മറ്റു മത്സരങ്ങളും എല്ലാം കൂടെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.